ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആൺകുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പെൺകുട്ടികൾക്ക് വെറുപ്പുള്ള ഒരു 6 കാര്യങ്ങൾ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ റിലേഷൻഷിപ്പ് ഉള്ള ഫ്രണ്ട്സിനും ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അതായത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടം. അതായത് ചില ആൺകുട്ടികളുണ്ട്, അവരുടെ ഒരു കാര്യങ്ങളും അങ്ങനെ ഓപ്പൺ ആയിട്ടൊന്നും പറയത്തില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ തന്നെ അവരത് ഒറ്റ വാക്കി പറഞ്ഞു തീർക്കാനായിരിക്കും ശ്രമിക്കുക. എന്നാൽ പെൺകുട്ടികൾക്കോ അവർക്ക് ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും താല്പര്യം. അങ്ങനെ നിങ്ങൾ അതായത് നിങ്ങൾ ചുരുക്കി പറയുമ്പോഴത്തേക്ക് പെൺകുട്ടികൾക്ക് നിങ്ങളോട് ശരിക്കും ഒരു വെറുപ്പ് തോന്നും. ഇവൻ എന്നോട് കുറച്ച് നീട്ടി പറഞ്ഞ എന്താ, അല്ലെങ്കിൽ എന്നോട് കുറച്ചു നേരം സംസാരിച്ചാൽ എന്താണ്, ഇങ്ങനെ ഒരു തോട്ട് അവരുടെ മനസ്സിലേക്ക് കടന്നു വരും. ചിലപ്പോൾ നിങ്ങൾ ആൺകുട്ടികൾ നിങ്ങളുടെ വർക്കിൽ ബിസി ആയിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉള്ളത് കൊണ്ടാവാം അധികം അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും പോവാത്തത്. പിന്നെ പൊതുവെ ബോയ്സ് അധികം സംസാരിക്കുന്നവരുമല്ല. എന്നാൽ പെൺകുട്ടികൾക്ക് ഒരുപാട് സംസാരിക്കുന്നവരെയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് നേരം അവരോട് സംസാരിക്കാൻ ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പെൺകുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഇനി പെൺകുട്ടികൾ വെറുക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ലേറ്റ് റിപ്ലൈ ആണ്. അതായത് നിങ്ങൾ സീൻ ചെയ്തിട്ട് റിപ്ലൈ കൊടുക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ കുറേ സമയം എടുത്തിട്ട് റിപ്ലൈ കൊടുക്കുക. ഇതും നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും, നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ബിസി ആവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മീറ്റിങ്ങിലോ കാര്യങ്ങളോ ഒക്കെ ആവാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നത്. എന്നാൽ എപ്പോഴും ഇങ്ങനെ ലേറ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കുന്ന ആൺകുട്ടികളെ പൊതുവെ പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല. അവരൊരു കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു ഒപ്പം, അതായത് നിങ്ങൾ ആ ചാറ്റിൽ തന്നെ നിന്നിട്ട് അവർ പറയുന്ന എല്ലാ കാര്യത്തിനും റിപ്ലൈ അപ്പോൾ കൊടുക്കുന്നതാണ് എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും തിരക്കിലായിരുന്നു, ഒരു സോറിയൊക്കെ പറയുകയാണെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് എപ്പോഴും ലേറ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കാനൊന്നും ആരും നിന്നേക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് കുറച്ചൊരു വെറുപ്പൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിസണിങ് ആണ്. അതായത് അവള് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. ഇതാണ് എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടം. ഇപ്പൊ അവൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങൾ വേറെന്തെങ്കിലും പരിപാടിയിലാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലോ അവർക്ക് നിങ്ങളോട് നന്നായിട്ട് ദേഷ്യം വരും. ഒന്നാമത്തെ കാര്യം എന്താണ്, ആൺകുട്ടികൾ അധികം ഒന്നും അങ്ങനെ സംസാരിക്കുന്നവരല്ല. എല്ലാ ആൺകുട്ടികളുടെയും കാര്യമല്ല പറയുന്ന, ചിലരുടെ കാര്യമാണ്. അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ കേട്ടിരിക്കാനും ഇടയ്ക്കിടയ്ക്ക് ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു സ്നേഹം കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിസണിങ് ആയിരുന്നു. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഡൗട്ടാണ്. പെൺകുട്ടികളെ സംശയിക്കുന്നത്. കാരണം അവരെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് അതിൽ നിന്നും എന്തെങ്കിലും ഒരു സംശയമൊക്കെ എടുത്ത് ഇടുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് വെറുപ്പ് തോന്നത്തേ ഉള്ളൂ. കാരണം അവരുടെ മനസ്സിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓടി വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നെന്നുള്ള കാര്യം 9 ആക്കിയിട്ടായിരിക്കും അവർ പറയുക. കാരണം വേറെ ഒന്നുമല്ല, പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ എന്ത് ചെയ്യും, അവരത് വലുതാക്കിയിട്ടായിരിക്കും നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ അവർ ഓരോ കാര്യങ്ങളും വന്നിട്ട് നിങ്ങളോട് ഓടി വന്ന് പറയുമ്പോഴത്തേക്കും കേട്ടിട്ട്, അതായത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു സംശയമൊക്കെ ഉണ്ടായിട്ട് അവരെ നിങ്ങൾ സംശയിക്കുകയാണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അവർ ബ്രേക്ക് ചെയ്യാൻ വരെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവരെ സംശയിക്കുക, അതായത് പെൺകുട്ടികൾ സംശയിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണം. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികൾക്കും വളരെ വെറുപ്പുള്ള ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, കള്ളം പറയുക. കാരണം പെൺകുട്ടികൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടായിരിക്കും നിങ്ങളോട് വന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ കള്ളം പറയും. അല്ലെങ്കിൽ അവര് എന്തെങ്കിലും ഒരു കാര്യം വന്ന് നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കള്ളം പറയുകയാണ്. ഇനി കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും എന്ത് ചെയ്യും, അവരെ സത്യം അറിയും. അങ്ങനെ അറിയുന്ന സമയത്തോ അവരുടെ മനസ്സിലേക്ക് ഒരു തോട്ട് വരും, അതായത് നിങ്ങൾ വാ തുറന്ന കള്ള പറയത്തുള്ളൂ. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും? ഇവനിപ്പോൾ പറയുന്നതെല്ലാം ഇങ്ങനെ കള്ളമാണെങ്കിൽ ഇനി അവൻ ഇത് തന്നെ ആയിരിക്കും കാണിക്കാൻ പോവുക. ഇങ്ങനെ കള്ളം പറയുന്ന ഒരാളെ ഞാൻ എന്തിനു സഹിക്കണം? ഇങ്ങനെ ഒരു തോട്ട് അവരുടെ മനസ്സിലേക്ക് വരികയും അത് ബ്രേക്കപ്പിന് വരെയുള്ള കാരണമാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കള്ളം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ മാക്സിമം അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണം. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി
ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് വൃത്തിയില്ലായ്മയാണ്. എല്ലാവരും അല്ല കേട്ടോ, ചില ബോയ്സ് ഉണ്ട് ഇങ്ങനെ നെഹമൊക്കെ നീട്ടി വളർത്തി ഡ്രസ്സിനൊന്നും ഒരു വൃത്തിയില്ലാതെ, അതായത് ഇങ്ങനെ അലക്കാതെ 2-3 ദിവസമൊക്കെ ഒരു ഡ്രസ്സൊക്കെ ഇടുന്നവരുണ്ടല്ലോ. എന്നിരുന്നാലും അത് ഗേൾസിന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ഹെയർ, തലമുടിക്ക് വൃത്തിയില്ലാതിരിക്കുക, ഷൂവിലൊക്കെ അങ്ങനെ ആകെ ചെളിയൊക്കെ പിടിച്ചിരിക്കുക, ഇതൊന്നും പെൺകുട്ടികൾക്ക് പൊതുവെ ഇഷ്ടമല്ല. അതായത് വേറെ ഒന്നുമല്ല, മുഷിഞ്ഞ് നടക്കുക, അതായത് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ 2-3 ദിവസം ഇടുക, ഷൂവിലൊക്കെ പൊടിയൊക്കെ പിടിച്ചിരിക്കുക, പിന്നെ നിങ്ങളുടെ ഹെയർ ഒന്നും വൃത്തിയില്ലാതെ, അതായത് ചീവാതെയൊക്കെ നടക്കുക, ഈരുക, അതായത് ഹെയർ നമ്മളൊക്കെ ഇങ്ങോട്ട് ചീവുക എന്നാണ് പറയുക, ഹെയർ ഒക്കെ ഈരാതെ ഇരിക്കുക, നെഹമൊക്കെ നീട്ടി വളർത്തുക, ഇതൊന്നും പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമേ അല്ല. അപ്പോൾ നമ്മുടെ ആറാമത്തെ കാര്യമായിട്ട് വരുന്നത് വൃത്തിയാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പെൺകുട്ടികൾക്ക് നിങ്ങളുള്ള വെറുപ്പൊക്കെ മാറിയിട്ട് അവർക്ക് നിങ്ങളോട് സ്നേഹം കൂടാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണം എല്ലാവരും. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.